ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷിൻസ് ഫുഡ് കോർട്ട്. നമ്മൾ ഇഫ്താറിന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതൊരു അടിപൊളി ചിക്കൻ കട്ട്ലറ്റ് തന്നെയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാനൊരു കുക്കറിൽ 1/2 കിലോ ചിക്കൻ എല്ലോട് കൂടി തന്നെ കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം. അത്ര തന്നെ ചെറുതാക്കണ്ട. ഇത് നമ്മൾ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ കട്ട്ലറ്റിൻ്റെ ഫില്ലിങ്ങിൽ കറക്റ്റായി ചിക്കൻ വെച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാൻ കഴിയും. മിക്സിയുടെ ചെറിയ ജാറിൽ 5 പച്ചമുളകും ഒരു വെളുത്തുള്ളി അല്ലിയും ഒരു കഷ്ണം ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇത് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആ ജാറിൽ തന്നെ ചിക്കൻ പീസസ് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഒരടി മതി, അധികം അടിക്കരുത്, ഇത് പൊടിയായി പോകും. അങ്ങനെ ചിക്കനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുക്കറിൽ 3 പൊട്ടാറ്റോ ഞാൻ തൊലി കളഞ്ഞാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. തൊലി കളയാതെയും പൊട്ടാറ്റോ വേവിച്ചെടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് തൊലി നീക്കം ചെയ്താൽ മതി. ചൂടാറിയതിന് ശേഷം പൊട്ടാറ്റോ നമ്മുടെ കൈവച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഒരു സ്റ്റീൽ പാത്രത്തിൽ മുട്ടയുടെ വെള്ള നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. മഞ്ഞ നമുക്ക് ആവശ്യമില്ല. പൊട്ടിച്ചെടുത്ത മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മുട്ടയുടെ വെള്ളയിൽ മുക്കി ക്രം കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്താൽ പുറംവശം നന്നായി മൊരിഞ്ഞു കിട്ടും. ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ചതച്ചെടുത്ത മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ എണ്ണയിലോട്ട് ചേർക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ 2 സവാള പൊടിയായി അരിഞ്ഞ് ചേർക്കുക. സവാള സോഫ്റ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കറക്കി വെച്ച ചിക്കൻ ചേർക്കുക. അതും കൂടി ചേർത്ത് ഒന്ന് ഇളക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡറും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഉടച്ചെടുത്ത പൊട്ടാറ്റോസ് ഇതിലേക്ക് ചേർക്കുക. ആവശ്യമെങ്കിൽ പെപ്പർ പൗഡർ കൂടുതൽ ചേർക്കാം. നമ്മുടെ ഈ കട്ട്ലറ്റിൽ പൊട്ടാറ്റോസിനെക്കാളും ചിക്കനാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോഴേ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് ഈ കട്ട്ലറ്റിന് കിട്ടും. എല്ലാം കൂടി ഇളക്കി ഉപ്പും കൂടി നോക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ ചൂടാറാൻ വെച്ച മിക്സ് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ മിക്സ് കട്ട്ലറ്റായി ഉരുട്ടി കൈവെള്ളയിലിട്ട് പരത്തിയെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലും ചെയ്തെടുക്കാവുന്നതാണ്. അതിൽ പ്രശ്നമൊന്നുമില്ല. ഞാനിവിടെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമ്മുടെ കൈവെള്ളയിൽ കുറച്ച് ഓയിൽ ഒന്ന് തടവി കൊടുത്താൽ നമ്മുടെ മിക്സ് കയ്യിൽ ഒട്ടിപ്പിടിക്കുകയില്ല. അങ്ങനെ നമ്മൾ കട്ട്ലറ്റ് മിക്സ് ഉരുട്ടി ഓരോന്നും പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് 1/2 കിലോ ചിക്കൻ കൊണ്ട് 27 കട്ട്ലറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഉരുട്ടി കൈവെള്ളയിൽ വെച്ച് പരത്തി മുട്ടയുടെ വെള്ളയിൽ മുക്കിക്കൊടുക്കണം. പിന്നീട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കട്ട്ലറ്റും ചെയ്തെടുക്കാം. ഒരു കൈ കൊണ്ട് നമ്മൾ കട്ട്ലറ്റ് മുട്ടയിൽ മുക്കിയെടുക്കുകയും മറ്റേ കൈ കൊണ്ട് ക്രംബിൽ കട്ട്ലറ്റ് കോട്ട് ചെയ്യുകയും ചെയ്താൽ ക്രംബിൽ മുട്ടയുടെ വെള്ള വീഴാതിരിക്കാനും നമ്മുടെ വിരലുകളിൽ വെള്ളയും ക്രംബും ഒട്ടിപ്പിടിക്കാതെ ഓരോ കട്ട്ലറ്റും ഈസിയായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 27 കട്ട്ലറ്റും ബ്രെഡ് ക്രംസിൽ മുക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഓരോ കട്ട്ലറ്റും നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കണം. എണ്ണയുടെ ചൂട് കുറഞ്ഞാൽ കട്ട്ലറ്റ് നമ്മൾ വിചാരിച്ച പോലെ മൊരിഞ്ഞു കിട്ടില്ല. ഓരോ കട്ട്ലറ്റും ഒരു വശം മൊരിയുമ്പോൾ മറുവശം തിരിച്ചിട്ട് കൊടുക്കണം. മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും ഓരോന്നായി മാറ്റിയെടുക്കാം. കട്ട്ലറ്റ് മൊരിയാതെ മറിച്ചിടാൻ ശ്രമിക്കരുത്. കട്ട്ലറ്റ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാ കട്ട്ലറ്റും ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. എണ്ണയിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ വെക്കുന്നത് നന്നായിരിക്കും. കട്ട്ലറ്റിലുള്ള എണ്ണ പേപ്പർ വലിച്ചെടുത്തുകൊള്ളും. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണിത്. നമ്മുടെ ഈ കട്ട്ലറ്റിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പെപ്പറിൻ്റെ ഫ്ലേവർ ചേർന്നതോടുകൂടി ചിക്കന് ഒരു നല്ല ടേസ്റ്റാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കട്ട്ലറ്റ് കഴിക്കാനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫ്രം ഷിൻസ് ഫുഡ് കോർട്ട്.